महाकुंभ से वायरल हुई मोनालिसा के बारे में खबरें हैं कि अब फिल्म कर रही है, तरह तरह के इवेंट्स में हिस्सा ले रही है। लेकिन अब जो खबरें सामने आई हैं वो बेहद हैरान कर देने वाली हैं। दरअसल खबरें हैं कि महाकुंभ की वायरल गर्ल मोनालिसा एक ट्रैप में फंसी है। ये बात फिल्म प्रोड्यूसर जितेंद्र नारायण सिंह उर्फ वसीम रिजवी ने एक इंटरव्यू में कही है। प्रोड्यूसर ने कहा कि मुझे बड़ा अफसोस हो रहा है मोनालिसा के ऊपर और उनकी फैमिली के ऊपर। ये सीधे साधे लोग थे। इनकी कुंभ की वायरल तस्वीरों को हमने भी देखा था, लेकिन सनोज मिश्रा जैसा डायरेक्टर इनके घर पहुंच गया और उन्होंने उसके बारे में कुछ पता भी नहीं किया और अपनी लड़की को उसके हवाले कर दिया। इस तरीके के गंभीर आरोप फिल्म प्रोड्यूसर जितेंद्र नारायण सिंह उर्फ वसीम रिजवी ने एक इंटरव्यू में मोनालिसा को ले जाने वाले डायरेक्टर सनोज मिश्रा पर लगाए हैं। वसीम रिजवी ने आरोप लगाया कि सनोज मिश्रा को शराब पीने के बाद लड़कियां चाहिए होती हैं। वहीं वसीम रिजवी ने ये भी आरोप लगाया कि सनोज मिश्रा के पास ना तो कोई फाइनेंसर है, ना ही खुद के पास कोई पैसा है। वो फिल्म बना कैसे रहा है? मणिपुर डायरी कभी नहीं बनेगी। ये सिर्फ उस लड़की की मासूमियत का फायदा उठाकर उसको लेकर चारों ओर घूम रहा है। ഈ ഒരു വാർത്ത കണ്ടവർക്ക് ഏകദേശം കുറച്ചെങ്കിലും കാര്യങ്ങൾ മനസ്സിലായി കാണും അല്ലെ? അതില്ലെങ്കിൽ തമ്പനിയിൽ കണ്ടിട്ടെങ്കിലും നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇപ്പൊ നമ്മുടെ സെൻസേഷണൽ ആയിട്ടുള്ള ആ ഒരു വൈറൽ ഗേൾ മൊണാലിസയെ കുറിച്ചുള്ള ഒരു വാർത്ത തന്നെയാണ്. അതായത് സനോജ് മിശ്ര ഈ ഒരു പെൺകുട്ടിയെ ദുരുപയോഗപ്പെടുത്തുന്നുള്ള രീതിയിലുള്ള ഒരു വാർത്ത തന്നെയാണ് ഹിന്ദി ചാനലുകളിലൊക്കെ നമ്മൾ കണ്ടത്. ഈ ഒരു വാർത്ത എത്രത്തോളം ശരിയാണെന്ന് നമുക്കറിയില്ലല്ലോ. ഇതേപോലെ തന്നെ ഒരു വ്യക്തിയും ഇതുപോലെ വൈറലായിട്ടുണ്ടായിരുന്നു. അതാരാണെന്ന് നമുക്കറിയാലോ. ഇതുപോലെ റെയിൽവേ സ്റ്റേഷനിലൊക്കെ ഇത് പാട്ട് പാടി ഭയങ്കരമായിട്ട് സെൻസേഷനായ ഒരു വ്യക്തി പിന്നീട് സിനിമയിലും അതുപോലെ തന്നെ പല പ്രോജക്റ്റുകളും ആ ഒരു വ്യക്തിയെ തേടിയെത്തിയിരുന്നു. അത് നമുക്കറിയാം, നമ്മുടെ റാണു മണ്ഡൽ. ഇന്ന് ആ ഒരു വ്യക്തിയെ കുറിച്ച് എന്തെങ്കിലും അറിവുണ്ടോ? ഇല്ല. കൃത്യം 1 വർഷം കഴിഞ്ഞപ്പോൾ തന്നെ അവരെ കുറിച്ചുള്ള ഒരു അറിവും, ഈ ഇന്റർനെറ്റ് എന്ന് പറയുന്നത് അങ്ങനെയാണ് അല്ലെ? നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ഒരാളെ എത്രത്തോളം നമ്മൾ പൊക്കി അതിനെ ഗോപുരം വരെ എത്തിക്കാൻ നോക്കുമോ അത്രത്തോളം താഴ്ത്തി ഭൂമിയുടെ അടിയിലേക്ക് ആക്കാനും ഈ ഒരു ഇന്റർനെറ്റിന് സാധിക്കുമാണ്. അതാണ് നമ്മുടെ ഇപ്പോഴത്തെ ഇന്റർനെറ്റിന്റെ പവർ. അതിനുശേഷം ഇത്രയും സെൻസേഷൻ ആയിട്ടുള്ള ഒരു പെൺകുട്ടി, അതും ഇന്റർനെറ്റിന്റെ വളർച്ച ഇത്രയധികമായ ഈ ഒരു സമയത്ത് ഏറ്റവും കൂടുതൽ ഇപ്പോൾ വൈറലായിരിക്കുന്നത് നമ്മുടെ മൊണാലിസ ബോസ്റ്റർ തന്നെയാണ്. ഈ പെൺകുട്ടി കുംഭമേളയിൽ ആദ്യമായിട്ട് വരികയും അവിടെ നിന്ന് വൈറലാവുകയും ചെയ്തു. അങ്ങനെ ലോക പ്രശസ്തി, അതായത് ഇന്റർനാഷണൽ ലെവൽ വരെ പ്രശസ്തി ആർജിച്ച ഒരു പെൺകുട്ടിയായിട്ട് തന്നെയാണ്. അതായത് നല്ല സുന്ദരിയാണ്, ചാര കണ്ണുകൾ തന്നെയായിരുന്നു ആ ഒരു പെൺകുട്ടിയുടെ പ്രത്യേകത. നമ്മുടെ കേരളത്തിലും എത്തി. കേരളത്തിലെ നമ്മുടെ ബോച്ചയാണ് കൊണ്ടെത്തിച്ചതും. വലിയൊരു സ്വീകാര്യത തന്നെയായിരിക്കും ആ ഒരു പെൺകുട്ടിക്ക് ലഭിക്കുക എന്നുള്ളത് ബോച്ചയ്ക്കും അറിയും. അതുകൊണ്ട് തന്നെയാണ് ബോച്ച നമ്മളെ ഞെട്ടിച്ചുകൊണ്ട് മൊണാലിസയെ കേരളത്തിൽ കൊണ്ടുവന്നത്. ശരിക്കും മൊണാലിസ കേരളത്തിൽ വന്നപ്പം അന്ന് തന്നെ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നല്ലേ ഈ ഒരു ഡയറക്ടറായ സനോജ് മിശ്രയെ. ശരിക്കും ഞാനും ആലോചിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, ഈ ഒരു വ്യക്തി ആരാണെന്ന്. കാരണം അന്ന് നമുക്ക് ഈ ഹിന്ദി ഡയറക്ടേഴ്സിനെ കുറിച്ചൊന്നും അധികം അറിയില്ലല്ലോ. ശരിക്കും ഈ ഒരു മൊണാലിസയുടെ കൂടെ വന്നപ്പോൾ ഞാൻ ആദ്യം കരുതിയത് സഹോദരനോ മറ്റോ ആണോ എന്നാണ്. കാരണം ഏതോ ഒരു ആർട്ടിക്കിളിൽ ഞാൻ കണ്ടായിരുന്നു സഹോദരനോടൊപ്പമാണ് മൊണാലിസ ഈ ഒരു കേരളത്തിലേക്ക് തിരിച്ചു എന്നുള്ളത്. അപ്പൊ ഞാൻ സ്വാഭാവികമായിട്ട് വിചാരിച്ചു ഏതോ സഹോദരനായിരിക്കും. നോക്കിയപ്പോൾ നല്ല ഗെറ്റപ്പിലൊക്കെയാണ് ആള് വന്നത്. അപ്പൊ ഞാൻ വിചാരിച്ചു എന്താണ് ഈ ഒരു ബോച്ച് തന്നെ അവർക്ക് ഓഫർ ചെയ്ത ഡ്രസ്സോ മറ്റു കാര്യങ്ങളായിരിക്കും എന്നൊക്കെയാണ് വിചാരിച്ചിരുന്നത്. പക്ഷെ പിന്നീടാണ് ഇയാൾ സഹോദരനല്ല എന്നുള്ള കാര്യം അറിയുന്നത്. അതായത് നമ്മൾ മൊണാലിസ അഭിനയിക്കാൻ പോകുന്ന ഡയറി ഓഫ് മണിപ്പൂർ എന്ന ചിത്രത്തിലെ ഡയറക്ടറായ സനോജ് മിശ്രയാണ് എന്നുള്ള കാര്യം. അപ്പൊ സ്വാഭാവികമായിട്ടും ഇയാളാണ് കൂടെ വന്നത്. അപ്പൊ പ്രത്യേകിച്ച് നമുക്കൊന്നും തോന്നിയില്ല. കാരണം ഇത്രയും വലിയൊരു സ്ഥലത്ത് പോകുമ്പോൾ ഒറ്റയ്ക്ക് വരുന്നതിനേക്കാളും ഈ ഒരു സിനിമാ ഡയറക്ടർ കൂടെ ഉണ്ടെങ്കിൽ അത് ശരിക്കും പറഞ്ഞാൽ ആ ഒരു ഫാമിലിയുടെ ബാക്ക്ഗ്രൗണ്ട് അങ്ങനെയാണല്ലേ, വിദ്യാഭ്യാസം ഒന്നുമില്ല. അപ്പം ഇവരോടൊപ്പം തന്നെ മൊണാലിസയുടെ അച്ഛനുണ്ട്. അതിനോടൊപ്പം തന്നെ തന്റെ ഗാർഡിയനായിട്ട് കൂടെ കൊണ്ട് നടക്കുന്നത് നമ്മുടെ സനോജ് മിശ്രയെ തന്നെയായിരുന്നു. അപ്പം പല ആൾക്കാരും ഇതേപ്പറ്റി ചോദിക്കുന്നുമുണ്ടായിരുന്നു ഇയാൾ എന്തിനാ വന്നേ എന്നുള്ള രീതിയിൽ. ശരിക്കും ആ ഒരു സമയത്ത് നമുക്കതൊന്നും തോന്നിയില്ല. പക്ഷെ ഇപ്പോൾ ഈ ഒരു വാർത്ത വന്നപ്പോൾ ശരിക്കും ഒരു സെൻസേഷണൽ വാർത്തയായി മാറിയേനും. പ്രത്യേകിച്ചും ഈ ഒരു സനോജ് മിശ്രയുടെ ഇൻസ്റ്റാഗ്രാം പേജ് എടുത്ത് നോക്കുമ്പോൾ ഇപ്പം അദ്ദേഹത്തിന്റെ പേജുകളിൽ മിക്കതും ഈ ഒരു മൊണാലിസയെ വെച്ചുള്ള വീഡിയോസും ഫോട്ടോസും കാര്യങ്ങൾ തന്നെയാണ്. അതിനെ നമുക്ക് തെറ്റൊന്നും പറയാനില്ല. കാരണം അയാൾ ഈ ഒരു മൊണാലിസയെ വെച്ച് തന്നെയാണ് സിനിമ എടുക്കാൻ പോകുന്നത്. അയാൾക്ക് ആ സിനിമയ്ക്ക് എന്താണ് നല്ലൊരു പബ്ലിസിറ്റി വേണം. അപ്പൊ അതുകൊണ്ടാണല്ലോ മൊണാലിസയെ തിരഞ്ഞെടുത്തതും. അപ്പൊ അതുമായി ബന്ധപ്പെട്ട ഒരുപാട് വീഡിയോസും ഫോട്ടോസും എല്ലാം ഈ ഒരു ഇൻസ്റ്റാഗ്രാം പേജിലുണ്ട്. നമുക്ക് ഈ മൊണാലിസ ആദ്യം ഇയാള് ഈ ഒരു പെൺകുട്ടിയുടെ വീട്ടിൽ വരുന്നതും സിനിമയ്ക്ക് ഓഫർ ചെയ്യുന്ന ഒരു വീഡിയോ ഫസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതൊന്ന് കണ്ടു നോക്കാം. नमस्कार दोस्तों, मैं फिल्म डायरेक्टर सनोज मिश्रा। मेरे साथ आज प्रयागराज की सनसनी बनी हुई मोनालिसा है। और आप लोगों से जैसे मैंने कहा था कि मेरी अगली फिल्म द डायरी ऑफ मणिपुर में मैं इनको कास्ट कर रहा हूँ, तो मैं इनसे मिलने के लिए प्रयागराज में गया था और आज इनके गांव आया हुआ हूँ महेश्वर। और आज इनकी फैमिली के साथ, इनके पिताजी के साथ और पूरे परिवार के साथ बैठकर हमारी बातचीत हुई। सारे मुद्दों पर बातचीत हुई और सच कहूँ तो बहुत इनोसेंट लोग हैं,
मतलब मेरी सोच से भी परे लोग हैं, इतने इनोसेंट हैं। और आज से मतलब जो मैंने बीड़ा उठाया था तो मुझे लग रहा है कि और जिम्मेदारी मेरी बहुत ज्यादा बढ़ गई है आज से, क्योंकि मैंने वो जिम्मेदारी ली है कि मैं इस फिल्म में इसको बहुत अच्छे से प्रेजेंट भी करूंगा और इसका भविष्य भी फिल्म में मुझे बनाना है। तो मोनालिसा आज इसके लिए तैयार भी है और पूरी तरह से मेहनत करने के लिए तैयार है। आपका बहुत बहुत धन्यवाद सर, आप मुझे ढूंढने के लिए प्रयागराज भी गए थे, मैंने देखा जी। അപ്പൊ ഈ ഒരു വീഡിയോയിൽ അയാൾ പറയുന്നുണ്ട് മൊണാലിസ പുതിയ സിനിമയുടെ നായികയായിട്ട് താൻ തിരഞ്ഞെടുത്തിരിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ആ ഒരു വീഡിയോയിൽ മൊണാലിസയും അദ്ദേഹവും സംസാരിക്കുന്നത്. അതിനുശേഷം ആക്ടിങ് പഠിപ്പിക്കുന്നു, അതുപോലെ വായിക്കാനും എഴുതാനും പഠിപ്പിക്കുന്നു. അതിന്റെ വീഡിയോസും ഇതിലുണ്ട് കേട്ടോ. സ്ലേറ്റ് ഒക്കെ വെച്ച് അദ്ദേഹം എഴുതാൻ പഠിപ്പിക്കുക, അതൊക്കെ വളരെ നല്ല കാര്യം തന്നെയാണ്. പക്ഷേ ഈ ഒരു സിറ്റുവേഷന് പോലും ഇത്തരത്തിലൊരു ഗോസിപ്പ് കോളങ്ങളിൽ ഇവർ തമ്മിൽ നിറയാന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു എന്താ പറയുക സങ്കടമുള്ള കാര്യം തന്നെയാണല്ലേ. ഇതും ഈ ഒരു പെൺകുട്ടിക്ക് എന്ന് പറഞ്ഞാൽ 16 വയസ്സാണ് പറയുന്നതെങ്കിലും ഈ പെൺകുട്ടിയുടെ യഥാർത്ഥ വയസ്സ് 15.5 വയസ്സാണ് കേട്ടോ. 15.5 വയസ്സേ ഉള്ളൂ. മീഡിയയിൽ വരുമ്പോൾ 16 വയസ്സുള്ള പെൺകുട്ടി എന്ന് പറയുന്നുണ്ടെങ്കിലും പ്രത്യേകിച്ചും വിദ്യാഭ്യാസവും ഇല്ല, ഇതുപോലെ വില്ലേജുകളിൽ താമസിച്ച് മാല വിറ്റൊക്കെ നടക്കുന്ന ഈ ഒരു പെൺകുട്ടിക്ക് ലോക പരിചയം എന്ന് പറയുന്നത് വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് ചതിക്കുഴികളിൽ വീഴാനുള്ള സാധ്യതയും കൂടുതലാണ്. പിന്നെ എടുത്തു പറയുന്ന മറ്റൊരു പ്രത്യേകത എന്ന് പറയുമ്പോൾ യങ്ങാണ്, കൊച്ചുകുട്ടിയാണ്, അതുപോലെ സുന്ദരിയാണല്ലേ. അപ്പൊ ഇതിനെ മുതലെടുക്കാൻ ഒരുപാട് കഴുകന്മാർ കൂടെ ഉണ്ടാകും. അതിൽ ഒരാൾ തന്നെയാണോ സനോജ് മിശ്ര എന്ന് ഒരു സംശയമാണ് നമുക്ക് ഇപ്പൊ തോന്നുന്നത്. എന്തായാലും ഈ ഒരു റൂമേഴ്സിനെ കുറിച്ച് കേട്ടതിനെ പറ്റി മൊണാലിസ വീഡിയോ ചെയ്യുന്നുണ്ട്. മൊണാലിസ പറഞ്ഞ കാര്യങ്ങൾ നമുക്ക് കേട്ടു നോക്കാം. नमस्कार, मेरा नाम मोनालिसा भोसले है और मैं कोई बम्बई वगैरह कहीं नहीं गई। अभी मैं मध्य प्रदेश में हूँ और कुछ एक्टिंग सीख रही हूँ, पढ़ाई सीख रही हूँ। आप जैसा सोच रहे वैसा कुछ भी नहीं है। और मेरे साथ में मेरी बहन, मेरे बड़े पापा भी है। देखो मेरी बहन है, मेरे बड़े पापा है। ऐसा कुछ नहीं है सर, जैसे लोग सोच रहे हैं ऐसा कुछ नहीं है सर। बहुत बढ़िया है, हमको हमारे पास आते हैं और उससे जैसे कुछ सिखाना चाह रहे हैं, सब कर रहे हैं ऐसे कुछ। सनोज मिश्रा सर बहुत अच्छा है, मुझे बेटी की तरह मानते हैं। आज तो जैसे लोग न्यूज में झूठी खबरें फैला रहे हैं, ये सब झूठी बातें हैं। मैंने खुद देखा है, सनोज मिश्रा बहुत इज्जतदार है, बहुत अच्छे हैं। उनका सौभाग्य बहुत अच्छा है, मुझे अच्छा लगा। ഓക്കെ, നമസ്കാരം. ഇവിടെ മൊണാലിസ പറയുന്നുണ്ട് സനോജ് മിശ്ര അദ്ദേഹത്തിന് അച്ഛനെ പോലെയാണ്, അതുകൊണ്ട് തന്നെ പറയുന്ന കാര്യങ്ങളിൽ ഒരു വാസ്തവമില്ല. പിന്നെ കൂടെ അനീതിയുണ്ട്, അതുപോലെ തന്നെ അച്ഛനും ബഡേ പാപ്പ ഉണ്ട്. ബഡേ പാപ്പ എന്ന് പറയുമ്പോൾ അച്ഛന്റെ സഹോദരൻ. അപ്പം എല്ലാവരും കൂടെ ഉണ്ട്. ഞാനിപ്പോ മധ്യപ്രദേശിലാണ്, അല്ലാതെ മുംബൈയിലല്ല. ഈ പറയുന്ന ഗോസിപ്പുകൾ തെറ്റാണെന്നൊക്കെ പറയുന്നുണ്ട്. ഈ ഒരു പെൺകുട്ടി അത്തരത്തിലൊരു വീഡിയോ തന്റെ ഇൻസ്റ്റാഗ്രാം പേജിലും അതുപോലെ തന്നെ സനോജ് മിശ്രയുടെ പേജിലൊക്കെ ഉണ്ട്. ഈ ഒരു വീഡിയോ ഉണ്ട്. അതിനുശേഷം തന്നെ നമ്മുടെ സനോജ് മിശ്രയും ഇതിനെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അദ്ദേഹം പറയുന്ന കാര്യങ്ങളോട് കേട്ടു നോക്കാം. नमस्कार साथियों, मैं सनोज मिश्रा आज पूरे देश के सामने एक अपील कर रहा हूं मैं सबसे, और अपील यह है कि आप लोग कृपया अफवाहों पर ध्यान मत दें। आपको बताना चाहूंगा कि एक लड़की वायरल हुई थी मोनालिसा कुंभ मेले में पिछले दिनों, जिसको भागकर वहां से आना पड़ा अपने घर, जहां पर उसका बहुत आर्थिक नुकसान हुआ और तमाम तरह की यातनाएं उसे झेलनी पड़ी। लेकिन इस बीच में कोई भी व्यक्ति, कोई भी संस्था, कोई किसी भी तरह का कोई ऐसा व्यक्तित्व सामने नहीं आया जो उसकी किसी भी तरह से मदद करे। मुझे लगा कि मुझे उसकी मदद करना चाहिए, और जो मेरे पास था सिनेमा, मैंने उसको सिनेमा ऑफर किया और मैं उसके घर पर गया, उससे मिला, और मुझसे जो भी बन पड़ सकता था मैंने उससे सारी सहूलियतें उसको दी। और आज वो प्रशिक्षण ले रही है अपने परिवार के साथ, अपनी फैमिली के साथ, और दुआएं दे रहे हैं उस लड़की के भविष्य के लिए, दुआएं दे रहे हैं उस बच्ची के लिए जो लोग टेंट में रहते हैं, घर भी नहीं मतलब जिनके। आप सोचिए ऐसे लोगों के लिए अगर मैं काम कर रहा हूं और देश मेरे साथ खड़ा है, पूरा സനാതൻ मेरे साथ पूरा साथ. അദ്ദേഹത്തിന് വളരെ സങ്കടമുണ്ട് കേട്ടോ ഈ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ തന്നെ. കാരണം ഇത്തരത്തിലുള്ള റൂമേഴ്സ് കേൾക്കുമ്പോൾ തന്നെ ശരിക്കും വിഷമമാവുന്നു. നിങ്ങൾ അത്തരത്തിലുള്ള റൂമേഴ്സിലൊന്നും വിശ്വസിക്കരുത് എന്നൊക്കെ പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ ഈ സനോജ് മിശ്രയ്ക്ക് 2 മക്കളാണുള്ളത്. മൂത്ത പെൺകുട്ടി ഇതുപോലെ 18 വയസ്സെങ്ങാണ്ടാണ്. അപ്പം ആ ഒരു പ്രായത്തിലുള്ള പെൺകുട്ടിയെ, അതായത് മകളെ പോലെ തന്നെയാണ് ഈ ഒരു മൊണാലിസയെ കരുതുന്നത് എന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത്. ഇത്തരത്തിലുള്ള റൂമേഴ്സ് ഉണ്ടാവാനുള്ള മെയിൻ കാരണം എന്ന് വെച്ചാൽ 2 സംവിധായകൻ ഇദ്ദേഹത്തിനെതിരെ പറയുന്നുണ്ട് കേട്ടോ. ഇയാള് കള്ളുകുടിയനാണ്, പെണ്ണുപിടിയനാണ് എന്നൊക്കെയാണ് ആ ഒരു റൂമേഴ്സിൽ പറയുന്നത്. അപ്പൊ അതിനെക്കുറിച്ചും സനോജ് മിശ്ര പറയുന്നുണ്ട്. दोस्तों नमस्कार, मैं हूं फिल्म डायरेक्टर सनोज मिश्रा। जैसा कि आप लोग देख रहे हैं कि जब से मैंने कुंभ मेले से एक बच्ची मोनालिसा को लाकर फिल्म में लाने की कोशिश की, और उसके लिए मैंने एक फिल्म अनाउंस की जिसका नाम है द डायरी ऑफ मणिपुर। इस निर्णय की पूरे देश ने बहुत सराहना की, लेकिन दूसरी तरफ उत्तर प्रदेश का एक कुख्यात
अपराधी जो कि भगवा उड़कर बैठा हुआ है, जिसका नाम है वसीम रिजवी, जिसके ऊपर बहुत सारे मुकदमे, केस, बलात्कार तक के मामले लंबित हैं, उससे मेरी पुरानी रंजिश है और मेरे भी कई सारे मुकदमे उसके साथ लंबित चल रहे हैं, जो कि अभी न्यायालय में विचाराधीन है। इस घोषणा के बाद जब देश में मेरी तारीफ होने लगी तो उसी के बाद तुरंत उसके और उसके साथियों ने मेरे खिलाफ एक मोर्चा खोल दिया पूरे देश में बदनाम करने का, जिसमें यह आरोप लगाया कि मैं शराब पीता हूं और मैंने कई सारी लड़कियों के साथ बदतमीजी की, जबकि इनके कोई भी साक्ष्य उनके पास मौजूद नहीं है। लेकिन चूंकि मीडिया नेगेटिव चीजों को बहुत जल्दी चलाता है और मामला मोनालिसा से बच्ची के भविष्य के साथ जुड़ा हुआ था, इस बात को लेकर भी मीडिया ने इसको बहुत ज्यादा इस मैटर को हाईलाइट किया और पूरे देश में आज इसकी चर्चा बनी हुई है। लिहाजा आज मैंने अपने मुंबई में अंबोली पुलिस थाने पर इन लोगों के खिलाफ मैंने एफआईआर दर्ज कराई है, जिसमें वसीम रिजवी है, रवि सुधा चौधरी, माही आनंद, मारुत सिंह और टॉप सीक्रेट यूट्यूब चैनल है कोई छोटा सा, उसके मालिक है अभिषेक उपाध्याय। इन लोगों के खिलाफ मैंने यहाँ पर आज एफआईआर दर्ज कराई है। देश और दुनिया देख रही है कि जब कोई अच्छा काम करने के लिए निकलता है तो किस तरह से लोग बाधा पैदा करने की कोशिश करते हैं, किस तरह से टांग खींचने की कोशिश करते हैं। इसमें बहुत सारे लोग ऐसे जिनकी मैं शक्ल भी नहीं जानता हूं और 10-15 साल पहले कभी मिला था, वो लोग भी आरोप लगा रहे हैं हमारे ऊपर, और इस लिहाज से लगा रहे हैं कि आज मैं एक अच्छा काम करने के लिए निकला हूं और देश का आम आदमी जो है, आम नागरिक है जो, वो मेरे साथ है, वो मेरे साथ खड़ा है, मेरे लिए दुआएं कर रहा है और ऐसे ही करता रहे। बहुत बहुत धन्यवाद। थैंक यू सो मच। ഇവിടെ ഇദ്ദേഹം വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ഇദ്ദേഹത്തിന് എതിരെയുള്ള ഒരു ഗൂഢാലോചന നീക്കമാണ് ഈ ഒരു അപവാദം പറഞ്ഞു പരത്തിയ ആൾക്കാരെ കള്ളുകുടിയനും അങ്ങനെയുള്ള റേപ്പിസ്റ്റ് കേസുകളിലൊക്കെ അറിയപ്പെടുന്ന ആളുകളാണ്. അപ്പൊ അവർക്കെതിരെയുള്ള കേസുകൾ നടക്കുന്നതിനിടയിലാണ് ഇദ്ദേഹം എന്താ പറയുന്നത്, ഇവർക്ക് പണ്ടേ ഉള്ള ഒരു വ്യക്തി വൈരാഗ്യം ഉണ്ടായിരുന്നു. അപ്പം ആ ഒരു ടൈമിലാണ് ഇപ്പോൾ ഈ മൊണാലിസയെ വെച്ച് ഇദ്ദേഹം ഒരു സിനിമ എടുക്കാൻ പോകുന്നത് കണ്ടപ്പോൾ ആ സിനിമയെ തകർക്കുക അല്ലെങ്കിൽ ഇയാളുടെ ഇമേജ് തകർക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഇത്തരത്തിലുള്ള റൂമേഴ്സ് പരത്തുന്നത്. എന്തായാലും ഇദ്ദേഹം ഈ ഒരു ആളുകൾക്കെതിരെ കേസ് ഫയൽ ചെയ്തിട്ടുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത്. അതിന് മുംബൈ പോലീസിൽ ഒരു എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഏതൊക്കെ യൂട്യൂബേഴ്സിനെതിരെയും ഇദ്ദേഹം രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്, എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. കാരണം ആ ഒരു കൊച്ചു പെൺകുട്ടിയെ വെച്ചാണ് ഇത്തരത്തിലുള്ള റൂമേഴ്സ് ഉണ്ടാക്കുന്നത് എന്നൊക്കെയാണ് ഇദ്ദേഹം പറയുന്നത്. എന്തായാലും ശരി, ഇദ്ദേഹം ഇവിടെ നല്ലൊരു കാര്യത്തിനാണ് നമ്മുടെ മൊണാലിസയെ കൊണ്ടുവരുന്നതെങ്കിൽ അതിന് ഒട്ടുമിക്ക ആളുകൾ സപ്പോർട്ട് തന്നെ ഉണ്ടാകും. അഥവാ വേറൊരു അർത്ഥമാണ് ഈ വ്യക്തിക്ക് ഉണ്ടെങ്കിൽ അത് ശരിക്കും പറഞ്ഞാൽ ആ ഒരു പെൺകുട്ടിയുടെ ജീവിതം തന്നെ നശിപ്പിക്കുന്ന മാതിരിയായിപ്പോ. കാരണം ആ ഒരു കുഞ്ഞിന് എന്താണ് ഈ ലോകം എന്നുള്ള കാര്യം അറിയില്ല. അത് ഇപ്പോഴും പറയില്ലേ, ഒരു 16 വയസ്സ് പോലും അതിന് കംപ്ലീറ്റ് ആയിട്ടില്ല. ശരിക്കും നമ്മൾ ആ ഒരു ഏജ് നമുക്കറിയാലോ. നമ്മൾ ഈ ഒരു ഏജിൽ നമുക്ക് ഇതുപോലത്തെ സ്വപ്നങ്ങളൊക്കെ തരുമ്പോൾ നമ്മൾ എന്തുമാത്രം പറന്നാണ് നടക്കുന്നതല്ലേ. ആ ഒരു ടൈമിൽ നമുക്ക് ഇങ്ങനത്തെ സ്വപ്നങ്ങൾ കിട്ടുമ്പോൾ നമ്മൾ അതിനെ ആ ഒരു മനക്കോട്ടയൊക്കെ കെട്ടി ആ ഒരു സ്വപ്ന ലോകത്തായിരിക്കും ജീവിക്കുന്നത്. ശരിക്കും ഈ ഒരു പെൺകുട്ടിക്ക് വിദ്യാഭ്യാസവും ലോക പരിജ്ഞാനവും ഒക്കെ ഇല്ലാത്തത് വളരെയേറെ ബുദ്ധിമുട്ടായിരിക്കുകയാണല്ലേ. ശരിക്കും നമ്മുടെ റാണി മണ്ഡലിന് ഏജ് ആയിട്ടുള്ള സ്ത്രീയായിരുന്നു. അവര് ഈ ഒരു ഫെയിം കിട്ടിയ സമയത്ത് കുറച്ചൊന്ന് അഹങ്കരിച്ചു. ആ അഹങ്കാരത്തിന്റെ ഒരു പടി തന്നെ വേണം പറയാൻ. പിന്നീട് താഴെ അതേ ലെവലിൽ തന്നെ എവിടെ നിന്നാണ് ഉയർത്തെഴുന്നേറ്റ് അതേ ലെവലിൽ തന്നെ അവർ എത്തിപ്പെടുകയും ചെയ്തു. മൊണാലിസയ്ക്ക് വേണ്ടിയിട്ട് ഒരുപാട് ആളുകൾ പ്രാർത്ഥിക്കുന്നുണ്ട്. അത് ഇന്ത്യ മൊട്ടാകെ, അതായത് നമ്മുടെ കേരളത്തിലെ ആളുകളെ പ്രത്യേകിച്ചും ഈ ഒരു മൊണാലിസയെ അത്രയേറെ സ്നേഹിക്കുന്ന ആളുകളാണ്. അപ്പം ഒരിക്കലും നമുക്ക് ഈ ഒരു മൊണാലിസയ്ക്ക് ഒന്നും സംഭവിക്കരുത് എന്ന് പ്രാർത്ഥിക്കാനേ നമ്മളെ കൊണ്ട് സാധിക്കൂ. ബാക്കി എന്താണ് സംഭവിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ നമുക്ക് തന്നെ ഒരു നിശ്ചയമില്ല. എന്തായാലും മൊണാലിസ ഇപ്പം ഈ ഒരു സനോജ് മിശ്രയുടെ കെയർ ഓഫിലാണ്. അദ്ദേഹം നല്ലൊരു വ്യക്തി തന്നെ ആയിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം, അല്ലേ?